വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് അണ്ണന്റെ വക സ്വർണം, അതേമാതിരി പ്രായമായ സ്ത്രീകൾക്ക് മാസാമാസം 2500 രൂപ വീതം. ഇതുപോലത്തെ വമ്പൻ ഓഫറുകളായിട്ടാണ്, പ്രഖ്യാപനങ്ങളുമായിട്ടാണ് വിജയ് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇതിന്റെ അടിയിലൊക്കെ വരുന്ന കമന്റുകൾ നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്ന് പറഞ്ഞാല് ആദ്യം കുടുംബം നന്നാക്കാൻ നോക്ക് വിജയ് എന്നാണ് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റുകളാണ്. അതേമാതിരി CM ആവാൻ എന്തു പണിയും ചെയ്യും, കാരണം തൃശ്ശക്ക് കൊടുത്തൊരു വാക്കാണ് എന്നുള്ളത് അല്ലേ. ആ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പേര് തൃശ്ശയുടെ ആദ്യ അക്ഷരം വെച്ചിട്ട് തുടങ്ങിയതുപോലെ എല്ലാവർക്കും ചർച്ചയാണ്. ചുരുക്കി പറഞ്ഞാല് തൃശ്ശക്ക് കൊടുത്തൊരു വാക്കാണ്, അതുകൊണ്ട് CM ആവാൻ ഇതല്ല ഇതിനപ്പുറത്തുള്ള പ്രഖ്യാപനങ്ങളും വിളിച്ചു പറയും എന്ന തോതിൽ വേറൊരു കമന്റുകൾ. അതേമാതിരി പെണ്ണുങ്ങളുടെ വോട്ട് പിടിക്കാനാണ് മാസാമാസം 2500 രൂപ എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിട്ട് പെണ്ണുങ്ങളെ വോട്ട് പിടിക്കുക എന്ന ഉദ്ദേശമായിട്ടാണ് വിജയിന്റെ അടുത്ത തന്ത്രം. ഇതല്ല, ഇതിനപ്പുറത്തുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഇനിയും വരും എന്നാണ് അണ്ണന്മാർ ഒന്നടക്ക കമന്റ് ബോക്സിൽ എഴുതുന്നത്. ഏതായാലും ആദ്യം നീ പോയി കുടുംബത്തെ നന്നാക്കാൻ നോക്ക്. ഈ ഒരു കമന്റ് എവിടെ നോക്കിയാൽ ഇതന്നെ കാണുന്നത്. ഏതായാലും വിജയിന്റെ ഇതുപോലത്തെ പല വമ്പൻ പ്രഖ്യാപനങ്ങളും പല സംസ്ഥാനത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? പ്രഖ്യാപനങ്ങൾ മാത്രം അവിടെ ബാക്കിയാ, വേറെ ഒന്നുമില്ല. അവര് വരുന്ന്, അവരെ സമയമാകുമ്പോൾ അവരിറങ്ങിപ്പോണ്, അടുത്ത ആൾക്കാർ വരുന്ന്. ഇതല്ലേ നമ്മളൊക്കെ നാട്ടിൽ നടക്കണത്. അപ്പൊ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും, അത് കണ്ടാരും പേടിക്കണ്ട. അത് ഓരോരുത്തർ വരുമ്പോൾ ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇതല്ലേ നമ്മളെ നാട്. ഏതായാലും കമന്റ് ചെയ്യും.